തലൈവർ രജനികാന്തിന്റെ പേട്ട പോലെ കൂടാതെ തന്നെ അജിത്തിന് ഗുഡ് ബാഡ് അഗ്ലി പോലെയൊക്കെ വിജയ്ക്ക് വേണ്ടി ഒരു ഫാൻ ബോയ് ചിത്രം ഒരുക്കിയിട്ടുള്ള ആദ്യ ചിത്രമായിരുന്നു മെർസൽ എന്ന ചിത്രം വന്ന് തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് ഏറ്റവും വലിയൊരു വിജയം തന്നെയായിരുന്നു നേരിട്ടുള്ളത്. ഏകദേശം 250 കോടി രൂപയൊക്കെ ഗ്രോസ് കളക്ഷൻ നേടി അന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവരുടെ ഒരു ഫേവറേറ്റ് ചിത്രം തന്നെയാണ് മെർസൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രം വീണ്ടും റീ റിലീസ് നമ്മുടെ കേരളത്തിൽ എത്താൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 20 ചിത്രം റീ റിലീസ് ആയി തിയേറ്ററിലേക്ക് റിലീസ് എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെ എല്ലാവരും വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ വലിയ രീതിയിൽ ഹിറ്റ് ആയിട്ടുള്ള പാർട്ടുകളായിരുന്നു ദൃശ്യം ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ പാർട്ടുകളൊക്കെ ഹിന്ദിയിലൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പലവരും തന്നെ ഹിന്ദി ചിത്രം ആയിട്ടുള്ള ദൃശ്യം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമൊക്കെ ഇറങ്ങിയപ്പോൾ പലവരും അവിടെ ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഹിന്ദി ചിത്രമാണെന്നൊക്കെയാണ്. റീമേക്ക് ചിത്രമാണെന്ന് പലവർക്കും അത് അറിയില്ല. പക്ഷെ നമ്മുടെ ഹിന്ദിയിലോട്ടും കൂടെ ഉൾപ്പെടെ ദൃശ്യം ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരു പാനത് റിലീസായിട്ട് ഇറക്കാനാണ് ചിത്രത്തിന്റെ ടീം ആയാലും വരുമ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സമയത്ത് റീമേക്ക് ചെയ്തിട്ടാലും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഹിന്ദിയിലുള്ള ദൃശ്യം ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം തന്നെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം എന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു മിഷൻ ഇമ്പോസിബിൾ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം നമ്മുടെ കേരളത്തിലുള്ള കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. 13 ദിവസം കൊണ്ട് ചിത്രം ഏകദേശം ഒരു 3,15,00,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെ ചിത്രം നമ്മുടെ കേരളത്തിൽ നിന്നാലും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി ഒരു ഹ്യൂജ് കളക്ഷനൊക്കെ സ്വന്തമാക്കുന്ന പലവരും തന്നെ പ്രതീക്ഷിച്ചൊക്കെ ഉള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. സൂര്യനായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാമൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം 35 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി എന്ന് പറഞ്ഞാൽ ഗരുഡൻ ചിത്രങ്ങളൊക്കെ ശേഷം അടുത്തതായി ഒരു തുടർന്ന ഒരു സക്സസ് ആയി മാറിയിട്ടുള്ള ഒരു സൂര്യ ചിത്രം കൂടെയാണ് മാമൻ എന്ന ചിത്രം. സൂര്യനായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു റെട്രോ എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് അത്രയും വലിയ റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിക്കാതെ വലിയൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കാതെ പോയൊരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് നാളെയായിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴി നടക്കാനിരുന്നത്. പക്ഷേ ചിത്രത്തിന്റെ OTT റിലീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് വഴി നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യലി എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രത്തിന്റെ OTT റിലീസ് നടന്നിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കമലഹാസൻ നായകനെ ഈ വരുന്ന ജൂൺ 5 തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം. കമലഹാസൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു മോശം ചിത്രത്തിന് ശേഷം അടുത്ത ആഴ്ച ഇന്ന് നല്ലൊരു ചിത്രമാണ്. മോശം ചിത്രം എന്ന് പുള്ളി ഉദ്ദേശിച്ചത് ഇന്ത്യൻ 2 ചിത്രത്തെയാണ്. അതിന് പകരമായിട്ടൊരു നല്ല ചിത്രം ഉദ്ദേശിച്ചത് തഗ് ലൈഫ് എന്ന ചിത്രത്തെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്കിംഗ് നാളെ മുതൽ ഓപ്പൺ ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കേരളത്തിലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് തന്നെയാണ് ചിത്രത്തിന്റെ ടീം ആയാലും നൽകിയിട്ടുള്ളത്. മണിരത്നമൊക്കെ സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനെ എത്തുന്ന ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നാനി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ഞാൻ ഇടയ്ക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു കളക്ഷനും നല്ലൊരു വിജയവും മാറിയിട്ടുള്ള ചിത്രമായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇന്നാണ് ഒഫീഷ്യലി OTT റിലീസിനെത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം ഒരു വയലൻസ് ചിത്രം തന്നെയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലുമാണ് ഈ ഒരു ചിത്രം ഒഫീഷ്യലായിട്ട് ഇന്ന് OTT റിലീസിനായാലും എത്തിയിട്ടുള്ളത്. വിജയ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ വിജയുടെ പോർഷൻസിലുള്ള ഷൂട്ടിംഗ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു മൊത്തത്തിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെയൊക്കെ ബന്ധപ്പെടുത്തി എടുക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു സ്മോൾ അപ്ഡേറ്റ് ഈ വരുന്ന ജൂൺ 22 വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഒഫീഷ്യലി കൺഫേം അല്ല, കൺഫേം ആയിട്ടുണ്ടെന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് വരുന്നത്. HBO സിനിമകളൊക്കെ ആയതുകൊണ്ട് തന്നെ വിജയ് ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ ചെറിയ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാമെന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമറുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഫാഹബ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലോട്ട് ലാലേട്ടൻ ജോയിൻ ചെയ്യുക ഈ വരുന്ന ജൂൺ മാസമാണ്. അതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ ടീം ആയാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയാലും ചിത്രത്തിന്റെ റിലീസ് ഓണം റിലീസായിട്ടാണ് ചിത്രത്തിന്റെ ടീം നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂണിൽ കംപ്ലീറ്റ് ആകുന്നതുകൊണ്ടൊക്കെ തന്നെ ഓണം റിലീസായി എത്താൻ ഒരു 50-50 ചാൻസ് ഉള്ളതെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിത്രത്തിന്റെ റിലീസ് മാറാനുള്ള ചാൻസും കാണുന്നുണ്ടെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ അപ്ഡേറ്റും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജസ്റ്റ് റൂമർ അപ്ഡേറ്റ് മാത്രമാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റാനുണ്ടൊരു ചാൻസ് എന്നത്. ജൂലൈ 4 ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ജൂണിലൊക്കെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ മിക്കവാറും ജൂലൈയിലൊക്കെ ചിത്രത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുക.